friends, welcome back to Nanma's World of Books, the book world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിത്ര ബാനർജി ദിവാ കരുണിയുടെ ഇൻഡിപെൻഡൻസ് എന്ന ബുക്ക് പരിചയപ്പെടുത്താനാണ്. ഞാൻ ഇതുവരെ വായിച്ചതിൽ ചിത്ര ബാനർജിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഇൻഡിപെൻഡൻസ്. ഞാൻ പാലസ് ഓഫ് ഇല്യൂഷൻസ്, ഫോറസ്റ്റ് ഓഫ് എൻചാൻമെന്റ്സ്, അതുപോലെ ലാസ്റ്റ് ക്വീൻ, ഇപ്പൊ ഇൻഡിപെൻഡൻസും വായിച്ചു. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ബുക്ക്. നമ്മൾ അത്രയും ഇതിലെ ക്യാരക്ടേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആവും, ഇൻവോൾവ് ആയിട്ടിരുന്ന് നമുക്ക് അത്രയ്ക്ക് ഇൻവോൾവ് ആവും ഈ ബുക്കുമായിട്ട്. പിന്നെന്താ, ഇതിലെ 3 മെയിൻ ക്യാരക്ടേഴ്സ് ആണ്, പ്രിയ, ദീപ ആൻഡ് ജാമിനി. ദേ ആർ സിസ്റ്റേഴ്സ്. അപ്പൊ ഇവര് 3 പേരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. കാരണം ഇവരുടെ 3 പേരുടെയും ഭാഗത്ത് നിന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്നാണ്, അങ്ങനെ മാറി മാറി ആണ് കഥ പോകുന്നത്. സോ ഇനി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പ്രിയ, ദീപ, ജാമിനി, ഇവരെ 3 പേരെയും പറ്റി ഞാനൊന്ന് പറയാം. പ്രിയ പറഞ്ഞാൽ ഭയങ്കര ambitious ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഡോക്ടർ ആവണം എന്നാണ് അവളുടെ ആഗ്രഹം. ആൻഡ് അതിനു വേണ്ടിയിട്ട് മാക്സിമം സ്ട്രൈവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദീപ. ദീപ ഇസ് എന്താ പറയാ, ലവിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു കുട്ടിയാണ്. ബട്ട് കുറച്ച് എന്താ പറയാ, ചില കാര്യങ്ങൾ സ്റ്റേൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ഇനി ജാമിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജാമിനിയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും ജാമിനിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഐ റിയലി ഫെൽറ്റ് പിറ്റി ഫോർ ഹർ. എനിക്ക് സങ്കടം വന്നു ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ, ഐ ഡോണ്ട് നോ. ഷീ ഈസ് വെരി എന്താ പറയാ, ഷീസ് എ വെരി സാഡ് ക്യാരക്ടർ. ലൈക്ക് അവളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ തട്ടിപ്പറിക്കപ്പെട്ട ഒരു ക്യാരക്ടർ. ചില കാര്യങ്ങളൊക്കെ അവള് തിരിച്ചു പിടിക്കാൻ നോക്കി, പക്ഷെ സ്റ്റിൽ. ആൻഡ് ഇതിൽ ഞാൻ പറയുന്ന പോലെ അമ്മയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അമ്മേന് വേണ്ടിയിട്ട് മാക്സിമം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഷീസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ ഓൾസോ. നിങ്ങൾ സെക്കൻഡ് ഹാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോൾ മനസ്സിലാവും. ഷീസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ ഹു നോസ് വാട്ട് ഈസ് ഹെർ മിസ്റ്റേക്സ് ആൻഡ് വാട്ട് ആർ നോട്ട് ഹെർ മിസ്റ്റേക്സ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര് ഇൻഡിപെൻഡൻസ് എന്ന്? 1946 മുതൽ 1954 വരെയുള്ള ആ ഒരു സമയത്തെ ഈ ഒരു 3 സിസ്റ്റേഴ്സിന്റെയും കഥയാണിത്. ആ സമയത്ത് നടക്കുന്ന കമ്മ്യൂണൽ റിയോട്ട്സ്, കൺവേർഷൻസ്, ഫോഴ്സ്ഡ് കൺവേർഷൻസ്, പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. 2 മതങ്ങൾ നമുക്കറിയാം, ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു പീരീഡ് ആയിരുന്നു അത്. അതുപോലെ തന്നെ വളരെ കഷ്ടത, അതായത് ഓരോരുത്തർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടുകൾ കത്തിച്ചു കളയുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ്. അതേസമയം മതസൗഹാർദ്ദമുള്ള ഒരു പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അതെ. ഈ 2 മതങ്ങളും തമ്മിലുള്ള മതസൗഹാർദ്ദവും ഈ ഒരു പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഒരു ഫിഷർമാന്റെ ഇൻസിഡന്റ്, ഫിഷർമാന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ആ കുട്ടീനെയൊക്കെ നബകുമാർ എന്ന ദീപയുടെയും പ്രിയയുടെയും ജാമിനിയുടെയും അച്ഛൻ സേവ് ചെയ്യുന്നു. തിരിച്ചു പുള്ളി എന്താ പറയുക, ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സന്ദർഭമൊക്കെ ഈ ഒരു പുസ്തകത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ മതസൗഹാർദ്ദം കാണിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അല്ലാത്ത വളരെ കഷ്ടതയുള്ള കാര്യങ്ങളും ഈ ഒരു പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രിയ എന്ന ക്യാരക്ടർ, ഷി വാസ് സോ ഇൻ ലവ് വിത്ത് ഹർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അമിത്. അമിത്തിനെ പറ്റി എന്ത് പറഞ്ഞാലും അത് സ്പോയിലേഴ്സിലോട്ട് ലീഡ് ചെയ്യും. സോ ഐ എം നോട്ട് ടെലിംഗ് എനിത്തിങ് അബൌട്ട് അമിത്. പിന്നെ ദീപ എന്ന് പറയുന്ന ക്യാരക്ടർ, ഷി ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് മുസ്ലിം മാൻ കോൾഡ് റാസ ഹു വാസ് വർക്കിംഗ് അറ്റ് ഹർ ഫാദേഴ്സ് ക്ലിനിക്. അപ്പം അവരുടെ സ്റ്റോറി കുറച്ചും എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ജാമിനി ഇതുപോലെ ഭയങ്കര അമ്മയെ ക്വിൽറ്റ് തുന്നാൻ സഹായിക്കുകയും 2 സിസ്റ്റേഴ്സും പോകുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് അഭിമാനിക്കുകയും, എന്നിൽ നിന്ന് എനിക്ക്
ഞാൻ ചോദിക്കാതെ കിട്ടിയ സാധനം തിരിച്ചു ചോദിക്കുമ്പോൾ, സാധനം എന്ന് ഞാൻ പറയുന്നില്ല, തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജാമിൽ. സോ അങ്ങനെയാണ് ഈ ഒരു പുസ്തകം. വളരെ എന്താ പറയാ, വളരെ നല്ലൊരു പുസ്തകമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. വായിച്ചു നോക്കുക. ഒരു എന്താ പറയാ, ചിത്ര ബാനർജിയുടെ പുസ്തകങ്ങളൊക്കെ മനോഹരമാണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യൂ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.